പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ടർട്ടിൽ വൈൻ പ്ലാന്റ് നടുന്ന എങ്ങനെയാണെന്നും പിന്നെ അതിൻ്റെ കെയറിങ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഞാനിതിന് എന്തൊക്കെ വളം ചെയ്യണമെന്നൊന്നും പറഞ്ഞിരുന്നില്ല. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി തന്നെ പറയാതിരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ എല്ലാവരും ഒന്ന് കാണണേ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് നട്ട് ആദ്യത്തെ ഒരു 2 ആഴ്ചത്തേക്ക് നമ്മളതിന് വളമൊന്നും ചെയ്ത് കൊടുക്കണ്ട. അപ്പോൾ ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കിനും അതിന് വളം ചെയ്ത് തുടങ്ങാം. കഞ്ഞിവെള്ളം ഒരു ദിവസം ഒന്ന് പുളിപ്പിക്കാൻ വെച്ച് അതിലേക്ക് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ച് ചാരവും കൂടെ കലക്കി ഇതിനൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. കഞ്ഞിവെള്ളം എടുക്കുന്നത് ഇപ്പോൾ ഇന്ന് ഒഴിച്ചു വെച്ച കഞ്ഞിവെള്ളം ആണെങ്കിൽ നാളെ എടുക്കാൻ പാടുള്ളൂ. നാളെ അതിൻ്റെ ഇരട്ടി വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് ഇച്ചിരി ചാരം കൂടി ഇട്ട് കലക്കി ഒഴിച്ചു കൊടുക്കാം. പിന്നെ സവോളയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ തൊലി ഉണ്ടല്ലോ, ആ തൊലി ഒരു ദിവസം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതും ഒന്ന് നേർപ്പിച്ച് ഈ ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വളം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും ഒരു വളം ചെയ്ത് ഒരു 15 ദിവസമെങ്കിലും കഴിഞ്ഞിട്ടേ അടുത്ത വേറൊരു വളം ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇറച്ചിയൊക്കെ കഴുകുന്ന വെള്ളം ഉണ്ടല്ലോ, അത് ഇതിന് വളരെ നല്ല ആട്ടോ ഒഴിച്ചു കൊടുത്താൽ. അപ്പോൾ നട്ട് ഒരു 1.5 മാസമൊക്കെ കഴിഞ്ഞ് ആ ചെടി ചെറുതായിട്ടൊക്കെ ഒന്ന് തൂങ്ങി വന്ന് തുടങ്ങിയാൽ നമുക്ക് പച്ച ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പച്ച ചാണകം ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ വളങ്ങളൊക്കെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് തിക്കായിട്ട് തൂങ്ങി വരും. അപ്പോൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇത് തൂക്കിയിടുന്ന സ്ഥലം ശ്രദ്ധിക്കണം കേട്ടോ. ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കരുത്. പിന്നെ വെള്ളമൊന്നും ഒഴിക്കുന്നത് ഒരുപാട് കൂടി പോകാൻ പാടില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം വീണ്ടും കാണാം.